മലയാറ്റൂർ മുണ്ടങ്ങാമറ്റത്ത് ഏവിയേഷൻ വിദ്യാർത്ഥിനി ചിത്രപ്രിയയുടെ മൃതദേഹം റബ്ബർ തോട്ടത്തിൽ കണ്ടെത്തിയ സംഭവത്തിൽ കാമുകൻ അറസ്റ്റിലാകുന്നത് സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ. കാലടി കൊറ്റമ്മം മുക്കടപ്പലൻ വീട്ടിൽ അലൻ ബെന്നിയെ കൊലക്കുറ്റം ചുമത്തിയാണ് അറസ്റ്റ് ചെയ്തത്. ഇയാളെ ഇന്നലെ രാത്രി പെരുമ്പാവൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന്റെ വസതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ബ്രേക്കപ്പ് പാർട്ടിക്കിടെയാണ് കൊലയെന്നാണ് സൂചന. ചിത്രപ്രിയ ക്രൂരമർദ്ദനം നേരിട്ടതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പ്രാഥമിക വിലയിരുത്തലുണ്ട്. തലയുടെ പിൻഭാഗത്തുൾപ്പെടെ ഒന്നിലധികം മുറിവുണ്ട്. ശരീരത്തിൽ മുറിപ്പാടുകളും ഉണ്ടായിരുന്നു. മറ്റൊരു യുവാവുമായി ചിത്രപ്രിയ പ്രണയത്തിലായെന്ന് സംശയിച്ച അലൻ ബൈക്കിൽ കയറ്റി റബ്ബർ തോട്ടത്തിൽ എത്തിക്കുകയും വാക്കുതർക്കത്തിനിടെ കല്ലുകൊണ്ട് തലക്കിടിച്ച് വീഴ്ത്തുകയുമായിരുന്നു എന്നാണ് പ്രാഥമിക നിഗമനം. 5 വർഷം നീണ്ടുനിന്ന പ്രണയം പറഞ്ഞവസാനിപ്പിക്കാനായാണ് ചിത്രപ്രിയയും അലനും ആളൊഴിഞ്ഞ റബ്ബർ തോട്ടത്തിൽ ഒന്നിച്ചു കൂടിയതെന്ന വിവരം പോലീസിന് ലഭിച്ചിരുന്നു. വാക്കുതർക്കത്തിനിടെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് ചിത്രപ്രിയ മുഖത്തടിച്ചതോടെ സമനില തെറ്റിയ അലൻ വെട്ടുകല്ല് കഷ്ണം കൊണ്ട് തലക്കടിച്ചു. അതാണ് ചിത്രപ്രിയയുടെ മരണകാരണമെന്നാണ് പോലീസിന്റെ നിരീക്ഷണം. ബ്രേക്കപ്പിന് മുമ്പുള്ള ഒത്തുചേരലായിരുന്നു അത്. ഈ ബ്രേക്കപ്പ് പാർട്ടിയിൽ അലന്റെ സുഹൃത്തുക്കൾ പങ്കെടുത്തുവെന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇലക്ട്രീഷ്യനായ അലനും ചിത്രപ്രിയയും ഒരേ നാട്ടുകാരാണ്. നീലീശ്വരം SNDP ഹൈസ്കൂളിൽ 9ലും 10ലും പഠിച്ചപ്പോഴാണ് ഇവർ പ്രണയത്തിലായതെന്ന് പോലീസ് പറഞ്ഞു. 1.5 വർഷം മുമ്പ് പിണങ്ങിയും അടുത്തിടെ വീണ്ടും പ്രണയത്തിലാകുകയും ചെയ്തു. ബാംഗ്ലൂരിൽ പഠിക്കുന്ന ചിത്രപ്രിയയ്ക്ക് മറ്റൊരു പ്രണയമുണ്ടെന്ന സംശയം ബന്ധത്തിൽ വിള്ളലുണ്ടാക്കി. പലപ്പോഴും തർക്കങ്ങളുമായി. സംഭവ ദിവസം ചിത്രപ്രിയ ഫോൺ എടുക്കാത്തതിലും സംശയമുണ്ടായിരുന്നു. ഇതോടെ വീണ്ടും പിരിയാൻ തീരുമാനിച്ചു. ബ്രേക്കപ്പ് എന്ന് പറഞ്ഞാണ് റബ്ബർ തോട്ടത്തിൽ എത്തിച്ചത്. താനുമായി പ്രണയത്തിലായതിനാൽ സുഹൃത്തുക്കൾ വിട്ടുപോയെന്നും മറ്റും പറഞ്ഞ് ചിത്രപ്രിയ പലവട്ടം മുഖത്തടിച്ചതോടെ ദേഷ്യത്തിലാണ് കല്ലുകൊണ്ട് തലക്കടിച്ചതെന്നാണ് അലന്റെ മൊഴി. CCTV ദൃശ്യത്തിൽ മറ്റൊരു ബൈക്കിൽ 2 പേർ കൂടി പോയിരുന്നതായി കാണുന്നെങ്കിലും അവർക്ക് സംഭവവുമായി ബന്ധമില്ലെന്നാണ് പോലീസ് പറയുന്നത്. ബ്രേക്കപ്പ് പാർട്ടി ആയതിനാൽ അവരും പങ്കെടുക്കാനുള്ള സാധ്യതയുണ്ട്. ചിത്രപ്രിയയുടെ മൃതദേഹത്തിന് സമീപത്തു നിന്നും രക്തം പുരണ്ട കല്ല് കണ്ടെത്തി. തലയോട്ടി തകർന്ന് ചോര വാർന്നാണ് ചിത്രപ്രിയ മരിച്ചതെന്നാണ് കരുതുന്നത്. മൃതദേഹം ഇന്നലെ വൈകിട്ട് നീലീശ്വരം ശാന്തിനിലയം ശ്മശാനത്തിൽ സംസ്കരിച്ചു. മുണ്ടങ്ങാമറ്റിൽ തുരുത്തിപ്പറമ്പിൽ ഷൈജുവിന്റെയും ഷീനയുടെയും മകളായ ചിത്രപ്രിയയെ ശനിയാഴ്ച രാത്രിയിലാണ് കാണാതായത്. പരാതി ലഭിച്ചതിനു പിന്നാലെ ചിത്രപ്രിയയുമൊത്ത് അലൻ ബൈക്കിൽ പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസ് കണ്ടെടുത്തു. പെൺകുട്ടിയെ മലയാറ്റൂരിലെ നക്ഷത്ര തടാകത്തിന് സമീപം കൊണ്ടുവന്ന് വിട്ടതായും മൊഴി രേഖപ്പെടുത്തി. ഞായറാഴ്ച ഇയാളെ വിട്ടയച്ചെങ്കിലും പോലീസ് നിരീക്ഷണത്തിലായിരുന്നു. മൃതദേഹം കണ്ടെത്തിയതോടെ വീണ്ടും വിളിപ്പിച്ചു. പോലീസിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ തയ്യാറായില്ലെങ്കിലും തെളിവുകൾ നിരത്തിയപ്പോൾ കുറ്റം സമ്മതിച്ചു. വടകരയിൽ താമസിക്കുന്ന വല്യച്ഛന്റെ കൊച്ചുമകളുടെ പിറന്നാൾ ആഘോഷിക്കാനായി ഈ മാസം 3-നാണ് ചിത്രപ്രിയ ബാംഗ്ലൂരുവിൽ നിന്നെത്തിയത്. ശനിയാഴ്ച അയ്യപ്പ സേവാ സംഘം നടത്തിയ അയ്യപ്പ വിളക്ക് കാണാൻ മാതാപിതാക്കൾ പോയപ്പോഴാണ് അലനിനൊപ്പം പോയത്. മാതാവ് ഷീനയുടെ കാറ്ററിംഗ് ടീമിലുള്ളവർ നടത്തിയ തിരച്ചിലിലാണ് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2:30-ക്ക് സെബിയൂർ കൂരാപ്പള്ളിക്ക് സമീപത്തെ തോട്ടത്തിൽ മൃതദേഹം കണ്ടെത്തിയത്. പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് 1 കിലോമീറ്റർ അകലെയാണ് മൃതദേഹം കണ്ടെത്തിയത്.